ചിന്തിക്കാൻ കഴിവില്ലാത്ത മലയാളി പ്രബുദ്ധർ ഇപ്പോഴും മാധ്യമവേശികളുടെ തടവറയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ദിലീപിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ അയാളെ പറ്റി സോഷ്യൽ മീഡിയയിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ മോശപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിലുപരി ബസ്സിൽ വെച്ചിട്ട് ഒരു ചേച്ചി ഭയങ്കര ഹീറോയിസം കാണിച്ച് അവരൊക്കെ ബസ്സിൽ കിടന്ന് ഷോ കാണിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന ദിലീപിന്റെ സിനിമ കണ്ടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഭാഗ്യലക്ഷ്മി കാണിക്കുന്ന സെയിം അതേ രീതിയിലുള്ള സംഭവം അവർ കാണിച്ചത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ കേസിൽ വന്നപ്പോഴത്തേക്കും മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇതിൻ്റെ അകത്ത് ദിലീപ് ആവണം പ്രതി, ദിലീപ് തന്നെയാണ് പ്രതി എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ കേസ് തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടാക്കിയ കാര്യം. അത് നമുക്ക് ചോറ് തിന്നുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ ദിലീപിന്റെ കാര്യത്തിൽ എന്താണ് നടന്നതെന്ന്. പക്ഷെ അതൊന്നും ചിന്തിക്കാനായിട്ട് ആരും തയ്യാറല്ല. ഇപ്പോഴും എൻ്റെ ഇട്ടിരിക്കുന്ന ദിലീപിന് അനുകൂലിച്ച് ഞാൻ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോകളിലും അതിന്റെ താഴത്ത് വന്നിരിക്കുന്ന കമന്റുകൾ നോക്കിയാൽ മനസ്സിലാവും. അത് ഈ കുറച്ച് പേര്, അതായത് കുറച്ച് സബ്സ്ക്രൈബറുള്ള എൻ്റെ ഇതിൻ്റെ പോലും ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പം നിലവിൽ ഒരുപാട് പേര് ഈ ദിലീപിനെ അനുകൂലിച്ച് പറഞ്ഞിരിക്കുന്ന വീഡിയോകളുടെ എല്ലാം താഴെ നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ദിലീപിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇവരെന്താണ് വിശ്വസിക്കുന്നത്? ഇവരാരും ഈ നടന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഈ പറയുന്ന ഞാനും കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും മീഡിയാസിൽ നിന്നും കിട്ടിയ അറിവുകൾ മാത്രമേ ഇതുള്ളൂ. പക്ഷെ പല മീഡിയകളിലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ പല മീഡിയകളിലും ഈ വന്നിരിക്കുന്ന വാർത്തകളിലാണെന്നുണ്ടെങ്കിലും മൊഴി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഈ അന്വേഷണ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം പൊരുത്തക്കേടുകളുണ്ട്. ഈ പൊരുത്തക്കേടുകൾ ആദ്യം മുതലേ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അല്ലാതെ ദിലീപ് എൻ്റെ ആരുമല്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഒരു മീഡിയ മാത്രം പറയുന്ന കേൾക്കാതെ പല മീഡിയയിൽ വന്നിരിക്കുന്ന അന്നത്തെ തൊട്ടുള്ള ന്യൂസുകൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൽ എന്താണ് നടന്നിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ പലരും ഇത് റോസ്റ്റ് ചെയ്ത് കാണിക്കുന്ന കാരണം നമുക്ക് പിന്നെയും പഴയ വീഡിയോകൾ കാണാൻ പറ്റുന്നുണ്ട്. ആ പഴയ വീഡിയോകളിൽ നിന്ന് അന്ന് നടന്ന സംഭവത്തിന്റെ ഏകദേശം ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അധികം ആരും അത്രയും സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തത് കാരണം എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മീഡിയകളെ മാത്രമാണ്. അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പലതും നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങിയതിന്റെ പ്രശ്നമാണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നോക്കണം, ഈ ചില മാധ്യമങ്ങൾ ദിലീപിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അവർക്ക് വേറൊരു ന്യൂസിന്റെ പുറകെ അവർക്ക് പോകാൻ താല്പര്യമില്ല. അവരാകെ ഈ ദിലീപിന്റെ വിഷയം മാത്രമാണ് ഈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ പലതരത്തിലുള്ള ന്യൂസിലും അതുപോലെ ഞാൻ ആ ചെറിയ എനിക്ക് കട്ടിങ്സ് ഞാൻ അതിൻ്റെ അകത്ത് കൊടുക്കാം. പല ന്യൂസുകളിലും ഓരോ പ്രതികൾ കോടതിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന അത് പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അവർ മൊഴി മാറ്റുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് തന്നെ കോടതിയിൽ മീഡിയാസിനെ കാണുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരും കണക്കിലെടുത്തിട്ടില്ല. ഇതിപ്പോ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയാ, പണ്ടത്തെ ഒരു ചൊല്ല് പറയുന്ന പോലെ ചത്തത് കീഴാനെങ്കിൽ കൊന്നത് ഭീമന, അങ്ങനത്തെ ഒരു ചൊല്ലുണ്ടല്ലോ. ആ സെയിം സെറ്റപ്പിൽ തന്നെയാണ് ദിലീപിന് ഈ പറയുന്ന നടിയോട് ഒരു വൈരാഗ്യമുണ്ട് എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു അന്വേഷണം പോലും ഇല്ലാതെ നേരെ ദിലീപിന്റെ വന്ന് എത്തുകയാണ്. എന്നിട്ട് പോലീസുകാർ തന്നെ ഓരോരോ തെളിവുകൾ അങ്ങ് സൃഷ്ടിക്കുകയാണ്. അതിന്റെ ഒപ്പം നിന്നിരിക്കുന്ന നല്ലപോലെ ആക്ട് ചെയ്യാൻ കഴിവുള്ള ലാലിനെ പോലുള്ള ആൾക്കാരെല്ലാം അതിലേക്ക് ചെന്നെത്തിക്കുകയാണ്. ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഈ 2 ദിവസം കൊണ്ട് 2ാം പ്രതിയുടെ വീഡിയോ കടന്ന് കറങ്ങുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവൻ ഇരുന്നുകൊണ്ട് ഒറ്റ ശ്വാസത്തിലാണ് വന്നിരുന്ന് പറയുന്നത്. ഏകദേശം ഒരു 14-19 മിനിറ്റുള്ള വീഡിയോ ആണത്. അതിൻ്റെ അകത്ത് അവൻ അന്ന് നടന്ന കാര്യങ്ങൾ A to Z പറയുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം അത് കണ്ടാൽ മനസ്സിലാവും, ഒരു വ്യക്തിക്കും കാണാതെ പഠിച്ച് ഇത്രയും നേരം ആ സംഭവങ്ങൾ പറയാൻ പറ്റത്തില്ല. അവൻ ഓരോ കാര്യങ്ങൾ ഓരോന്ന് വണ്ടിയെ സഞ്ചരിച്ചത് തൊട്ട് ഓരോ സമയത്ത് എന്തൊക്കെ നടന്നല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൻ A to Z എൻ്റെ അകത്ത് എണ്ണി പറയുന്നുണ്ട്. അപ്പൊ അതൊരിക്കലും പഠിച്ച് പറയുന്നതല്ല, അവന്റെ അനുഭവത്തിൽ നിന്നല്ല, അവന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ അതുപോലെ അവൻ പറയുന്നതാണ്. നമ്മൾ ആര് വേണമെങ്കിലും ശ്രദ്ധിച്ചു, നമ്മൾ പണ്ട് നടന്നൊരു ഇൻസിഡന്റ് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. നേരെ മറിച്ച് ഒരാൾ പറഞ്ഞു പഠിപ്പിച്ചതോ അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ കാര്യങ്ങൾ നമുക്ക് ഒരിടത്ത് അതേപോലെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രതിയാണ്, പ്രതിയുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം കുറ്റക്കാരനെ ഒരിക്കലും നമ്മൾ കുറ്റക്കാരന്റെ സൈഡ് നമ്മൾ കേൾക്കത്തില്ല. അതുപോലെ തന്നെയാണ് ദിലീപിന് എന്താണ് പറയാനുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, അയാൾ പറഞ്ഞിട്ടുമില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് നമ്മളൊക്കെ തീരുമാനിച്ചത് കാരണം അവന്റെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കത്തില്ല. ആരാണോ ആദ്യം ചെന്ന് ഇന്നവൻ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നവൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞവനെ എല്ലാവരും വിശ്വസിക്കത്തുള്ളൂ. പിന്നുള്ളവൻ സത്യസന്ധനാണെന്നുണ്ടെങ്കിലും അവനെ ആരും വിശ്വസിക്കത്തില്ല. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഈ 2ാം പ്രതി വന്നിരുന്ന് അവൻ ഒരു ലൈവ് ഇട്ടിരുന്നതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് A to Z കാര്യങ്ങൾ ഞാനത് ആ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാനത് കൊടുക്കാം. അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നടന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പൊ ഈ അതിജീവിതയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാകാം, നടന്നിട്ടില്ലായിരിക്കാം. പക്ഷെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള അവന്മാർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഞാനത് വിടുന്നു, നടന്നിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അവർ ചിലപ്പോൾ അനുഭവിച്ചതൊക്കെ അതിലും വലുതായിരിക്കും. എന്നിരുന്നാൽ തന്നെ ഈ നടിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളിൽ പോലും പലതും കാണാനുണ്ട്. ഇപ്പൊ തന്നെ ഭാഗ്യലക്ഷ്മി, ഈ ചിലർ ഈ ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും സെൻസേഷൻ ആയ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് അത് മാത്രം വെച്ച് അത് മാർക്കറ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഭാഗ്യലക്ഷ്മിയുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ എന്താ പറയുക ജൂറി ആയിട്ടുള്ള സംഭവത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ വേടൻ അവാർഡ് കൊടുത്ത സംഭവം.
ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരുമായിട്ട് നടന്ന ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ശ്രീജിത്ത് പണിക്കർ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ വേടൻ നിങ്ങളും കൂടെ ജൂറി അംഗമായിട്ടുള്ള ഒരു ഇതിൽ നിന്നല്ലേ അവാർഡ് കൊടുത്തിരിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് കോടതി പറഞ്ഞിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നൊരു പീഡനമാണ്, അത് കാരണം അതിന്റെ ആവശ്യമില്ലെന്ന്. അപ്പം അവർ അതിന്റെ അകത്ത് പറയുന്നുണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീജിത്ത് അതേപോലെ തിരിച്ചു വയ്ക്കുന്നുണ്ട്, കോടതി പറഞ്ഞല്ലേ, അങ്ങനെയാണ് ദിലീപ് കോടതി നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്ന്. അതും ഇതും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട, അത് ഇതല്ലെന്നാ പറയുന്നത്. അപ്പം ദിലീപ് ഇത് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞത് അവർക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. വേടൻ ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയ ഒരു പീഡനമാണെന്ന് പറയുമ്പോൾ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ അവർ കോടതിയെ ബഹുമാനിക്കുന്നുണ്ട്, ആ വിധിയെ ബഹുമാനിക്കുന്നുണ്ട്, എല്ലാം ബഹുമാനിക്കുന്നുണ്ട്. ദിലീപിന്റെ കേസിൽ വന്നപ്പോൾ മാത്രം അവർക്കത് പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്, ഇവരുടെയൊക്കെ മനസ്സിൽ പ്രതി ദിലീപാണ്, അല്ലെ ദിലീപിനെ ആക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഇവരുടെ മെന്റാലിറ്റി. അല്ലാണ്ട് ഈ അതിജീവിതക്കുള്ള നീതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടിയ ആ പ്രതികൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് ദിലീപിനാണ് ലക്ഷ്യം, ദിലീപിനെ തന്നെ വേണം. ഈ ഒരു രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതി അയാൾ തന്നെ ആവണം എന്ന് അവർ നിശ്ചയിച്ചിരിക്കുന്നു, അത് നടത്തിയേ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് ഈ കേസിൽ തുടക്കം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും അതിൻ്റെ അകത്ത് പറഞ്ഞാണ് ദിലീപ് കാശ് കൊടുത്ത് ഒതുക്കിയ സംഭവമാണെന്ന്. ദിലീപിന് ഇത് പണ്ടേ കാശ് കൊടുത്ത് ഒതുക്കാൻ മേലെ. ദിലീപ് സമ്പന്നനല്ലാതെ ആളൊന്നും അല്ലല്ലോ, നേരത്തെ തന്നെ കാശ് കൊടുത്ത് ഒതുക്കായിരുന്നു. ഇത് കോടതി വരുന്നതിന് മുമ്പ് സെറ്റിൽ ചെയ്ത് വിടാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും എല്ലാവരും പഴിയാറുന്ന ദിലീപ് കാശ് കൊടുത്ത് ഒതുക്കുന്ന. ആർക്ക് ദിലീപ് കാശ് കൊടുത്ത്? തുടക്കം മുതൽ ദിലീപിനെതിരെ നിൽക്കുന്ന പോലീസുകാർ, ദിലീപിനെതിരെ നിൽക്കുന്ന ഭരണകൂടം, ദിലീപിനെതിരെ നിൽക്കുന്ന മീഡിയാസ്, ഇവരിൽ ആർക്ക് കാശ് കൊടുത്ത് ദിലീപ് ഒതുക്കാനാണ്? അതുപോലെ ഈ കോടതിയിൽ ഇപ്പം വിധി പറഞ്ഞ ജഡ്ജിയെ, എനിക്ക് തോന്നുന്നു ഈ നടിയുടെ ആവശ്യപ്രകാരം ആദ്യം ഉണ്ടായിരുന്ന ജഡ്ജിയെ മാറ്റിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ജഡ്ജി വന്നിരിക്കുന്നത്. അപ്പൊ അവര് തന്നെ കൊണ്ടുവന്ന ജഡ്ജിയാണ്. അപ്പൊ അവരിലാണ് അവർ സംശയിക്കുന്നത്. പിന്നെ ദിലീപിനെതിരെ സിംഗിൾ എവിഡൻസ് പോലും ഇല്ല. കാരണം നമുക്ക് ഒരു ഇതുണ്ട്, അതായത് നമ്മൾ എന്തൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് എന്തെങ്കിലും എല്ലാ ക്രൈമിലും കാണുമെന്നാണ് പറയുന്നത്. ആ ഒരു തെളിവിനെ പിടിച്ചാണ് പോലീസുകാർ പണ്ട് തൊട്ടാണെന്നുണ്ടെങ്കിലും ഓരോ കേസുകൾ അന്വേഷിച്ചു പോകുന്നത്. ദിലീപിന്റെ കേസിൽ അങ്ങനെ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ഇവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ എത്രയെന്നും പറഞ്ഞ് നിൽക്കാനാണ്. നമ്മൾ എന്ത് കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു സമയപരിധി ഉണ്ട്. യാഥാർത്ഥ്യം മാത്രമേ എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. അത് മാത്രമേ സത്യം അല്ലെങ്കിൽ അതിന്റെ മറ നീക്കി എപ്പോഴും പുറത്തു വരത്തുള്ളൂ. അപ്പൊ ഇയാളുടെ കയ്യിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കാലം ഇത്രയായിട്ടാണെന്നുണ്ടെങ്കിലും അയാളുടെ കാര്യം തെളിഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും തെളിവുകൾ അയാൾക്കെതിരെ നിൽക്കുമ്പോഴും അയാൾ രക്ഷപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ഇത് പറഞ്ഞതിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതെല്ലാം അപ്പൊ അത് പൊളിഞ്ഞ കാര്യം. അതുപോലെ ഏതൊരുത്തം വന്നിരുന്നു പറയുന്നത് ജഡ്ജി ദിലീപിനെ കണ്ടപ്പോഴത്തേക്ക് എഴുന്നേറ്റെന്ന്. ഇൻ കേസ് ഞാൻ പറയുകയാണ്, ഞാൻ ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ്, ഈ ജഡ്ജിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്രയും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ദിലീപിനെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്തില്ല. അപ്പൊ അവനൊക്കെ എന്ത് പൊട്ടന, അവനൊക്കെ ചുമ്മാ ഇതാകാൻ വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് കിടന്ന് എന്തൊക്കെയോ പറയുന്നതാ. ഇതിപ്പം ഏതൊരു വിധി പറയുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കോടതിയിലേക്ക് ജഡ്ജി വന്നാലും ആദ്യം എഴുന്നേറ്റ് നിൽക്കത്തേ ഉള്ളൂ. ഇവനൊക്കെ കോടതി പോലും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എന്തൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഒരുപാട് പൊരുത്തക്കേട് ഇതിൻ്റെ അകത്ത് വന്നിട്ടും അതൊന്നും ഒരു മനുഷ്യനും ചർച്ച ചെയ്യുന്നില്ല. അതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ പ്രശ്നം നടന്ന സമയത്ത് നമുക്ക് കേൾക്കുന്നത് എന്തുവാ. ഒന്ന്, രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് പോകാനാണ് ഈ വണ്ടി വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹണി ബി 2 ഇതിന്റെ സമയത്ത് ഡബിങ്ങിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കാര്യം എന്ത് തന്നെ, അല്ലെങ്കിൽ ആവശ്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് അന്നേരം നടന്നൊരു സംഭവമാണ്. ഈ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിന് പോകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ രമ്യയുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് അന്നേരം നടന്നൊരു സംഭവമാണ്. ഇത് ദിലീപ് എങ്ങനെ അറിയാനാണ്? അതൊരു ചോദ്യമാണ്. അതുപോലെ ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഈ മുകേഷിന്റെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ മാർട്ടിൻ എന്ന് പറയുന്നതും ലാലിന്റെ സ്റ്റാഫാണ്. ഇത്രയും പേര് ഇതായിട്ട് നിന്നിട്ടും ലാലിനെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം വന്നിട്ടുണ്ടോ? ഇതുവരെ അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ലാലിന്റെ വണ്ടിയാണ് വിട്ടുകൊടുത്തത്. ആ വണ്ടിയെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും അന്വേഷണം വന്നിട്ടുണ്ടോ? ഇത് ലാലിനെ വിളിച്ചു പറയുന്നു, ലാല് വണ്ടി വിട്ടുകൊടുക്കുന്നു, ഈ സംഭവം നടക്കുന്നു. ഇന്നേ വരെ ലാലിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാക്ഷിയായിട്ട് പോലും ലാല് വന്നിട്ടില്ലെന്നാണ് എനിക്കറിയാവുന്നത് കോടതിയിൽ. അതുപോലെ ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മളൊരു കേസിൽ ആരാണെങ്കിലും നമ്മുടെ ഒരു വണ്ടി കൊണ്ടുപോയി എന്തെങ്കിലും ഒരു ക്രൈം പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന RC ഓണറെയാണ്. എനിക്കറിയാവുന്ന കേസുകൾ, എൻ്റെ ഒരു വീടിൻ്റെ അടുത്ത് നടന്നൊരു സംഭവത്തിൽ പോലും അവൻ്റെ വണ്ടി റെന്റിന് കൊടുത്തിട്ട് ആ വണ്ടി മലപ്പുറത്ത് പോയൊരു പ്രശ്നം ഉണ്ടായിട്ട് പാതിരാത്രിയാണ് ആലപ്പുഴയിൽ പോലീസുകാർ ഇടപെട്ട് അവനെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയത്. അപ്പം അങ്ങനെ ഒരു സംഭവമുള്ള സ്ഥിതിക്ക് അത് എന്താ പറയുക, ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് ലാലിന്റെ മകന്റെ വൈഫ് ഡിവോഴ്സിന് കാര്യങ്ങൾക്കൊക്കെ പോയി. അപ്പൊ ഇത് ഈ കേസിനുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടായിരിക്കും. പോട്ടെ, അതെവിടെയും ചർച്ച ചെയ്തിട്ടില്ല, വിട്. ഈ ഒരു സംഭവം ചിന്തിക്കും. വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടിയെ കുറിച്ച് എന്ത് അന്വേഷണം വന്നില്ല. ഈ പറയുന്ന വ്യക്തികളെല്ലാം കേന്ദ്രീകരിച്ച് ഈ പൾസർ സുനി ഇവരുടെയൊക്കെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ട് പോലും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ധർമ്മജൻ ഉൾപ്പെടെ പണ്ട് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്, ഇവനുമായിട്ട് നിൽക്കുന്ന പൾസറുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിനെക്കുറിച്ച് അത് വിട്, ധർമ്മജൻ കേസിലില്ലാത്ത കാര്യമാണ്. അപ്പൊ അതൊന്നുമില്ല. ദിലീപിനെ മാത്രം പ്രതിയാക്കണമെന്ന് ലക്ഷ്യം വെച്ച് ഈ ഒരു സംഭവത്തിലോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. അതുപോലെ ദിലീപിലോട്ട് അന്വേഷണം വരുന്നത് എങ്ങനെയാ?
മഞ്ജു പറഞ്ഞത്. അതായത് എല്ലാവരും നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു യോഗത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറയുമ്പം ആ ടൈമിൽ മഞ്ജുവും ഈ നടിയും ദിലീപും തമ്മിൽ പ്രശ്നമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. ആ ഇട്ട് കൊടുത്ത ഒരു തുമ്പത്തു നിന്നാണ് ഈ കയറി പിടിച്ചു വന്നത്. ഈ മഞ്ജുവിന് സ്വാഭാവികമായിട്ടും ആർക്കും ചിന്തിക്കാവുന്ന കാര്യമല്ലേ. കാരണം മഞ്ജുവിന്റെ കരിയറും അതുപോലെ ജീവിതവും ദിലീപിന് വേണ്ടിയാണ് നശിച്ചു പോയത്. അതിനുശേഷം മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള എന്താ പറയാ ഒരു അഭിഹിത ബന്ധം പുലർത്തി വന്നിരുന്നത് കണ്ടുപിടിച്ചതിന്റെ പേരിലാണ് ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ ഡിവോഴ്സ് ആയിരിക്കുന്നത്. അപ്പൊ കരിയർ നശിപ്പിച്ച് തന്റെ ജീവിതവും നശിപ്പിച്ച ആളോട് പ്രതികാരം തോന്നാതിരിക്കാനായിട്ട് മഞ്ജു ദൈവപുത്രിയൊന്നും അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും മഞ്ജുവിന് ദേഷ്യം കാണും. മഞ്ജു ആ വഴിക്ക് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ആ അവസരം വരുമ്പോഴത്തേക്ക് എന്തായാലും അത് വിനിയോഗിക്കുമെന്നറിയാം. അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? ഈ ദിലീപിന്റെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതായിരുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ മീൻസ് ഈ കാവ്യമായിട്ടുള്ള വിഷയം കഴിഞ്ഞിട്ടുള്ള ഇവരുടെ മകള് എന്തുകൊണ്ടാണ് ദിലീപിന്റെ കൂട്ടത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇവരുടെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കേസ് നടന്ന സമയത്ത് പോലും അടച്ചിട്ട കോടതിയിൽ ഇത് കേട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ദിലീപ് കൊടുത്തത്. നാളെ ഇന്ന് വരെ ഈ കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് എന്നെ പ്രതിയായി കാണുന്നതെന്ന് പറഞ്ഞല്ലാതെ മഞ്ജുവിനെതിരെ ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല. പക്ഷെ മഞ്ജുവിന് ആ സമയത്താണെങ്കിലും ദിലീപ് പ്രതിയാകണം എന്നുള്ളൊരു തീരുമാനത്തോടുകൂടി തന്നെ പോകുന്നത്. അതുപോലെ ലാലിന്റെ ഒരു വീഡിയോ കണ്ടാണ്. ലാൽ അറേഞ്ച് ചെയ്തെല്ലാം കൊടുത്ത ഇതൊക്കെ വണ്ടി ഒന്ന് ആലോചിക്കുക. ലാലിന്റെ വണ്ടി, ലാൽ അറേഞ്ച് ചെയ്ത് കൊടുത്ത വണ്ടി. ഈ പ്രശ്നം കഴിഞ്ഞ് അവിടെ വന്ന് കയറുമ്പോഴത്തേക്ക് ലാല് പറയുന്നത് ആരായിരുന്നു വണ്ടിയുടെ ഡ്രൈവർ എന്നാ ചോദിക്കുന്നത്. അവന്റെ വണ്ടി അവൻ കൊടുത്തു വിടുമ്പം ഏതൊരുത്തനാണ് അത് വണ്ടി ഓടിക്കുന്നതെന്ന് തിരക്കാനുള്ള ബോധം പോലും ഇല്ലേ? അവനെ ഏർപ്പാട് ചെയ്ത് വിടുന്നതല്ലേ. അപ്പൊ അവൻ ഇന്ന ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിട്ടായിരിക്കുമല്ലോ അങ്ങോട്ട് വിടുന്നത്. അപ്പൊ അതിന്റെ അകത്തൊരു പൊട്ടം കളി കിടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പീഡനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ ആദ്യം കാലത്ത് കേട്ടോണ്ടിരുന്നത് വാനിൽ ഇട്ട് പീഡിപ്പിച്ചെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നീട് അത് ആ വണ്ടി ഈ XUV-യിലാണ് ഇട്ട് പീഡിപ്പിച്ചെന്നുള്ള രീതിയിലാണ് വന്നത്. നമ്മുടെ കൊച്ചി പോലൊരു നഗരത്തിൽ ഈ പറയുന്ന രീതിയിലൊരു പീഡനം നടക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി നഗരത്തിൽ വണ്ടി നിർത്താതെ ഓടിക്കാൻ പറ്റുമോ? എൻ്റെ അറിവിൽ ഞാൻ പല സമയങ്ങളിൽ പോയിട്ടുണ്ട്. സന്ധ്യയ്ക്കും ഉച്ചയ്ക്കും വൈകുന്നേരം പാതിരാത്രി വരെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എപ്പോഴാണ് വണ്ടി ചവിട്ടാതെ നേരെ അങ്ങ് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് ഇന്നലെ കൊച്ചിയിൽ വന്നിട്ടില്ല. ഞാൻ ഈ പറയുന്ന മണ്ണൂത്തി, ഈ പറയുന്ന പ്രശ്നം നടന്ന ഹൈവേ മണ്ണൂത്തി ടു എടപ്പള്ളി ഞാൻ മിക്കപ്പോഴും സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ഈ പല സമയങ്ങളിൽ സഞ്ചരിച്ചിട്ട് പോലും വണ്ടി ചവിട്ടാതെ ഒറ്റയടിക്ക് പോകാനുള്ള അവസരം വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം എവിടെ ഒതുക്കാതെ വണ്ടി ഓടിച്ചു എന്ന് പറയുന്നതിൽ തന്നെ എന്തോ ഒരു സംശയമുണ്ട്. അതുപോലെ ഒരു കാറിന്റെ അകത്ത്, ഒരു കുഞ്ഞു കാറിന്റെ അകത്ത് ഇത്രയും ബലപ്രയോഗവും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നടത്തും അതെനിക്ക് മനസ്സിലായില്ല. അതുപോലെ വീഡിയോ പിടിച്ചു എന്ന് പറയുന്നു. ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ അത്രയും എന്താ പറയുക ഗ്ലാസും കാര്യങ്ങളും ഒന്നും അത്ര ഇതായിട്ടുള്ള സമയമല്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റും വെട്ടം ഇല്ലാതെ പിടിക്കാൻ പറ്റത്തില്ല. ഈ ലൈറ്റും വെള്ളത്തിൽ ഈ പ്രശ്നം നടക്കുന്ന പുറത്തുള്ള ആൾക്കാർ കാണത്തില്ലേ? ആ പുറത്തുള്ള ആൾക്കാരൊന്നും കണ്ടില്ല ഈ സംഭവം. അതുപോലെ തന്നെ ഈ വീഡിയോ പിടിക്കുന്ന സമയത്തും അല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓടുന്ന സമയത്തും ഒന്നും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ തന്നെ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് ഉണ്ടാകുന്നതല്ലേ? ഇതൊന്നും എവിടെയും ചർച്ചയിൽ വന്നിട്ടില്ല. എന്നിട്ട് ഈ പൾസർ ഈ വിഷയം നടന്നതിന് ശേഷം ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു യുവതിയെ വിളിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ശാസ്ത്രം ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടായിരുന്നു? ഒന്നുമില്ല. അപ്പൊ മനഃപൂർവ്വം ദിലീപ് ആകണം പ്രതി എന്നുള്ളൊരു സംഭവം ഉള്ളത് കാരണം ഇതൊന്നും ആരും അന്വേഷിക്കാൻ പോയില്ല. അതേപോലെ സെയിം രീതിയിൽ തന്നെ ഒരു 2 നടിമാരുടെ അടുത്ത് ഈ പൾസർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതുപോലെ ഈ മാർട്ടിനും ഈ ഇവരൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെയാണ് ഈ പറയുന്നത് അടിയെ കൂട്ടാനായിട്ട് ലാല് വിടേണ്ടത്. അതിൽ തന്നെ ഒരു കൂടാതെന്നില്ലേ ഈ ലാലിന്റെയും മകന്റെയും ഡ്രഗ്സും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ദിലീപ് എതിര് നിന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെതിരെ ഇവന്മാർക്ക് എല്ലാവർക്കും പണിതാ പോരെ. രമ്യ നമ്പീശനാണെന്നുണ്ടെങ്കിലും മഞ്ജു വാര്യർക്കാണെന്നുണ്ടെങ്കിലും ആക്രമിക്കപ്പെട്ട നടിക്കാണെന്നുണ്ടെങ്കിലും ലാലിനാണെങ്കിലും ലാലിന്റെ മകനാണെന്നുണ്ടെങ്കിലും ഒക്കെ വൈരാഗ്യമുള്ളതാ. ഇവരെല്ലാരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെ പൂട്ടാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചതായിക്കൂടെ? അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഒരു പക്ഷം മാത്രമേ എല്ലാവരും കേൾക്കുന്നുള്ളൂ. അവൻ മോശമാണെന്നും പറഞ്ഞ് അവനെ ഏറ്റവും കൂടെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അയാളുടെ മാനസികാവസ്ഥ എന്ന് ആലോചിക്കുക. 8-9 വർഷത്തോളം മോശക്കാരനായി സമൂഹത്തിൽ തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്ത അയാളുടെ മക്കൾക്ക് പോലും അനുഭവിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇതെല്ലാം കേട്ട് വിധി വന്നിട്ട് പോലും അയാൾക്കൊരു സ്വസ്ഥത കൊടുക്കാത്ത ആൾക്കാരാണ്. അതെല്ലാവരും അപ്പീൽ, കാരണം അയാളെ പ്രതിയാക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അപ്പീലിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിലീപിനെതിരെ ഒരു കള്ള ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതെടുത്ത് വെച്ച് കോടതി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതുപോലും നിലനിന്നില്ല. ഒരു സാധനവും ദിലീപിനെതിരെ കൊണ്ടുവന്നിരിക്കാൻ നിന്നിട്ടില്ല. കാരണം നിൽക്കാൻ പറ്റുന്ന ഒരു എവിഡൻസ് അല്ല, അല്ലെങ്കിൽ ഇവർക്ക് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായ ഒരു സാധനവും ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഈ ദിലീപിനെ പോലെ ഒരാൾക്ക് ഈ പൾസറിനെ പോലെ എന്താ പറയുക പോക്കറ്റടിയും ഈ ചെറിയ ചെറിയ ഭീഷണിപ്പെടുത്തലുമായിട്ട് നടക്കുന്ന ഒരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എണ്ണം പറഞ്ഞ നല്ല സൂപ്പർ ഗുണ്ടകളെ കിട്ടത്തില്ല കാശിറക്കുവാണെന്നുണ്ടെങ്കിൽ. ഇരു ചെവി അറിയാതെ തീർക്കാനും പറ്റും. ഇപ്പൊ ഭാവന ഇതിനേക്കാളും ഏറ്റവും എളുപ്പമായിട്ട് അവരെ കൊല്ലാൻ പറ്റും. അത് ചെയ്യായിരുന്നു. ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കൊല്ലാവേണ്ട കാര്യമേ ഉള്ളൂ. അത് ചെയ്തിട്ടില്ല.
പിന്നെ ഇരു ചെവി അറിയാതെ തീർക്കാനായിട്ട് എത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ടീംസിനെ കിട്ടും. അത് പുറത്തുനിന്നാണെങ്കിലും അകത്തുനിന്നാണെങ്കിലും കിട്ടും. അവരെ വെച്ച് ചെയ്യിപ്പിക്കാതെ ഈ നടന്നവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഇനി വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? നല്ല രീതിയിൽ പാനിക്കാവും. അപ്പം ഈ നടിയോട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളൊഴിഞ്ഞൊരു സ്ഥലത്തായിരിക്കും ഉപേക്ഷിക്കുന്നത്, അല്ല ആളൊഴിഞ്ഞ വണ്ടിയോട് കൂടി ആയിരിക്കും ഉപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നായിരിക്കും ഉപേക്ഷിക്കുന്നത്. ഇത് സേഫ് ആയിട്ട് ഇത്രയും കുറ്റകൃത്യം നടന്നിട്ട് നേരെ അവരെ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് ലാലിന്റെ വീട്ടിൽ തന്നെ ഇറക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ നടിക്ക് പറയാലോ, പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയാലോ. ഈ സംഭവം എന്താ? ഇങ്ങനെ ഒരു സംഭവം ജെന്യുവൻലി അവർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ കല്യാണവും ഉറപ്പിച്ചിരിക്കുന്ന സമയവും ഇത്രയും പോപ്പുലർ ആയിട്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും? പേടിച്ചിട്ട് എവിടെ കൊണ്ടുവന്ന് വണ്ടി ഉപേക്ഷിച്ചാൽ അവിടെ നിന്ന് എന്താ ആ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോകാനേ നോക്കത്തുള്ളൂ, ആരോടും പറയാതിരിക്കാനേ നോക്കത്തുള്ളൂ. കറക്റ്റ് ഈ സംഭവം എല്ലാം നടന്ന് ലാലിന്റെ വീട്ടിൽ വരുന്നു, ലാല് പോലീസുകാരനെ വിളിക്കുന്നു. അത് നമുക്ക് എന്തൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാലും നമ്മളെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലാണ് ഇന്റിമേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റേഷനിൽ നിന്ന് SHO വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് നേരെ DGP റാങ്കിലും എന്താണല്ലോ, മറ്റേ ബെഹ്റ സാറിനെയാണ് വിളിച്ചിരിക്കാൻ തോന്നുന്നത്. ആ റാങ്കിലുള്ള ആൾക്കാരെ വിളിച്ചിട്ടാണ് ഈ കേസ് അന്വേഷിപ്പിക്കാൻ നോക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്? അത് തന്നെ, കാരണം ഇത്രയും പ്രശ്നം നടന്നിട്ട് ധൈര്യത്തോടെ കൊണ്ടുവന്ന് സേഫ് ആയിട്ട് എത്തിക്കാൻ കാണിച്ച ആ മനസ്സ് നമ്മൾ കാണാതെ പോരുത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ലാലിന്റെ വീട്ടിൽ ഇവരെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇവർ ഈ സംഭവം പുറമല്ലോ മറ്റു 2 നടിമാരും ഒളിപ്പിച്ചു വെച്ചാണെങ്കിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചാൽ ആരും അറിയാനും പോകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. കറക്റ്റായിട്ട് അവിടെ എത്തിച്ചേർന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അപ്പം അവിടെ എത്തിച്ചേരുക എന്നുള്ള പ്ലാനല്ലേ? ഏത് ഗുണ്ടയാണ് കൃത്യം കഴിഞ്ഞാൽ വണ്ടി കയറിയിട്ട് ഇതൊരു കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞെന്ന് പറയുന്നത്? ആരെങ്കിലും വന്നിട്ട് കൊട്ടേഷൻ ആണെന്നുള്ള രീതിയിൽ പറയും. കാരണം ഇവർ പറഞ്ഞ രീതിയിൽ വണ്ടി തട്ടിയതിന്റെ പേരിലൊക്കെ സംഭവം ക്രിയേറ്റ് ചെയ്താന്ന് പറഞ്ഞു ആ ടൈമിൽ ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഈ സുനിയെ കണ്ടപ്പോഴത്തേക്ക് അറിയാവുന്ന ഒരാളാണെന്നും പറഞ്ഞ് നടി ആശ്വസിച്ചു എന്ന് പറയുന്നു. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പരിചയമുള്ളവരെ കണ്ടാലും നമ്മൾ ആശ്വസിക്കും. കാരണം അവനും അതിന്റെ ഒരു ഭാഗമാണ്. അത് കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ആശ്വസിക്കത്തില്ല, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ആശ്വസിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ ഇത് വരുന്നുണ്ട്. അപ്പം ഈ അന്വേഷണം വരാത്ത കാര്യങ്ങൾ തന്നെ തുടക്കം മുതലേ ഒരു കല്ലുകടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളിത് വിശ്വസിക്കാതിരുന്നതിന്റെ കാര്യം. അതുപോലെ തന്നെ പൾസർ സുനിയുടെ കാര്യം ഇത്രയും എന്താ പറയാ ഈ വളർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ ജയിലിൽ നിന്ന് കത്തയച്ചിരിക്കുന്നു. അവൻ ഇത്രയും കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന അവൻ അറിഞ്ഞൂടെ? അവന്റെ ഒരു ലെറ്റർ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവനെ കാണാൻ വരുന്ന ഒരാൾ പോലും നിരീക്ഷണത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തൊരു ക്രിമിനൽ അല്ല അവൻ. അപ്പം ലെറ്റർ എഴുതിയിരിക്കുന്നു. ആ ലെറ്ററിൽ തന്നെ നിർബന്ധിച്ച് എഴുതിപ്പിച്ചാണ് പോലീസുകാർ പറഞ്ഞ കണക്ക് എഴുതിച്ചാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ന്യൂസിൽ വന്ന സമയമുണ്ട്. അത് അന്ന് ആ പ്രശ്നം നടക്കുന്ന സമയത്ത് ന്യൂസിൽ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പൾസറിന് ഈ എഴുതാനുള്ള പേനയും പേപ്പറും കൊടുത്തതാരാ? അതിനെക്കുറിച്ചൊരു ചോദ്യമില്ല. അതുപോലെ തന്നെ ഈ സംഭവം അവനെ പൊട്ടനായിട്ടാണ് ഇത് അവിടെ നിന്ന് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ചുമ്മാ ക്രിയേറ്റ് ചെയ്യണത്. കാരണം അവർക്ക് ഇതിന്റെ പുറകെ പോകാൻ വയ്യ. എന്ന് ദിലീപ് അല്ലെന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥവൻ എന്നുള്ളതിലേക്ക് അന്വേഷണം പോകും. അപ്പൊ ഈ ഒളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരിലേക്കൊക്കെ ഇത് പോകും. അത് അവർക്ക് പേടിയുള്ളത് കൊണ്ടാണ് അവർ ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലാൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ലാലാണ് പിടിച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് എന്തോ ഒരു മോഹൻദാസോ അങ്ങനെ എന്തോ PT തോമസ് അങ്ങനെ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവരവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുമായിരുന്നു. അയാളാണ് സംശയം തോന്നിയതും പോലീസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ ലാലിന്റെ മൊഴി തന്നെ പല സ്ഥലത്തും നമുക്ക് എന്താ പറയാ വൈരുദ്ധ്യമാണ് വരുന്നത്. ഇതൊന്നും എവിടെയും കണക്കിലെടുത്തിട്ടില്ല. അത് ലാലിനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ലാല് അതുപോലെ തന്നെ പൾസർ വിളിച്ച ശ്രീലക്ഷ്മി കൊട്ടേഷൻ കഴിഞ്ഞാൽ പുറകെ വിളിച്ചു കഴിഞ്ഞാൽ അതല്ലേ അവന്റെ ആ സമയത്ത് അവന്റെ ഈ ക്രൈം നടക്കുന്ന ടൈമിലാണ്, വണ്ടിക്കകത്ത് അവർ ഇരിക്കുന്ന ടൈമിലാണ് ഈ കോളും മെസ്സേജും ഒക്കെ വരുന്നത്. അങ്ങനെ ഒരാളെ സംശയിച്ചൂടെ? അങ്ങനെ ഒരാൾക്കെതിരെ അന്വേഷണം പോകണ്ടേ? അതൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇതൊന്നും നടക്കാതെ മനഃപൂർവ്വം ഒരാളെ കൊണ്ടുവന്ന് പെടുത്തി അയാളുടെ കുടുംബവും നശിപ്പിക്കുന്നു, അയാളുടെ കരിയർ നശിപ്പിക്കുന്നു. ഇതെല്ലാം നശിപ്പിക്കുന്നതിന് നമ്മളും ഒക്കെ അറിയാതെ ഇതിന്റെ ഒരു ഭാഗമാവുകയാണ്. അതാരും ചിന്തിക്കുന്നില്ല. കാരണം അയാളെ നശിപ്പിക്കുന്നതിനൊപ്പം ഇതിപ്പോൾ ഇയാളല്ല തെറ്റുകാരനെന്ന് ഏത് കാലത്താണെങ്കിലും ഇനിയാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോയാലും തെളിയാൻ പറ്റും. അന്നിപ്പോൾ ഇയാൾക്ക് എതിരെ നമ്മൾ നടത്തിയ ഈ കാര്യങ്ങൾക്കെല്ലാം എന്തായിരിക്കും നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുന്നത്? ഓരോ വ്യക്തി നിലയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന കമന്റ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് നാളെ ആലോചിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വരത്തേ ഉള്ളൂ. ഇതാരും മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ മുൻ DGP ഉണ്ട് ശ്രീലേഖ, ഒരു IPS ഉദ്യോഗസ്ഥയാണ്. അവരും പറയുന്നുണ്ട് ദിലീപിനെ കുടുക്കിയതാണെന്നുള്ള കാര്യം. അവർ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് പറയുന്നുണ്ട്. ഈ വിധി ഇങ്ങനെ വരത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അവർ നേരത്തെ പറയുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് തന്നെ അവർക്ക് ഏകദേശം അതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലായതായിരിക്കും. ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കാര്യത്തിന് പോലും തെളിവില്ല. ഈ ദിലീപ് നുണപരിശോധനയ്ക്ക് ഹാജരാവാൻ തയ്യാറാന്ന് പറയുന്നുണ്ട്. നടി പക്ഷേ അതിനോട് സഹകരിച്ചിട്ടില്ല ഇതുപോലെ. അതുപോലെ ദിലീപ് സ്റ്റാർട്ടിങ് തൊട്ടേ CBI അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിലും ഈ നടിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും CBI അന്വേഷണം വേണമെന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുന്നില്ല. അപ്പൊ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ എന്റെ കയ്യിൽ കുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിലവിലുള്ള അന്വേഷണം എങ്ങനെയെങ്കിലും ഒതുക്കാനേ നോക്കത്തുള്ളൂ. ഇത് പുതിയ അന്വേഷണം കൊണ്ടുവരാൻ പറയത്തില്ല. ഇത് അയാൾക്ക് പോലും സംതൃപ്തകരല്ലെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ ഇത്രയും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ CBI ഏൽപ്പിക്കാൻ വരെ പറയുന്നത്.
അതിന് പോലും മറ്റുള്ളവർ എതിര് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കും. അതുപോലെ ദിലീപിനോട് പണം ആവശ്യപ്പെട്ട് ദിലീപിന് കോള് വന്ന കാര്യം ദിലീപ് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തി കാശ് ചോദിച്ചെന്ന്. അപ്പൊ അതാരാണെന്ന് അന്വേഷിക്കാൻ പോലും കണ്ടിട്ടില്ല. അതുപോലെ ഈ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ദിലീപ് പൊട്ടണമെന്നല്ലോ, കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാലും നാളെ ഇവർ തമ്മിൽ ഒരു തെളിവ് വരാതിരിക്കാനായിട്ട് ഏതെങ്കിലും മീഡിയേറ്റർ വഴി മുഖേനയല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് പോലും മനസ്സിലാക്കാതെ ഡയറക്റ്റ് ഇവനെ പോലുള്ളവനുമായിട്ട് ഇൻവോൾവ് ആയി അവനുമായിട്ട് ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് കണ്ടു. ഇതൊക്കെ തെളിവുണ്ടാവുമല്ലേ? ഈ തെളിവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്ന ബുദ്ധിരാക്ഷസനായ ദിലീപ് നിന്നു കൊടുക്കും തോന്നുന്നുണ്ട്. അപ്പൊ ദിലീപിന്റെ എന്താ പറയാ, ഈ പറയുന്ന കോള് വന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, മറ്റുള്ള ഒന്നും അന്വേഷിക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ദിലീപിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നാദിർഷ. നാദിർഷയെ ഇതിൻ്റെ അകത്ത് എന്താ പറയാ വിറ്റ്നസ് ആക്കിയിരിക്കുകയാണ്. നാദിർഷ ദിലീപ് ഒരു കുറ്റം ചെയ്താൽ പോലും ഒരിക്കലും നാദിർഷ ദിലീപിന് എതിരെ പറയത്തില്ല. അവർ തമ്മിലുള്ള ആത്മബന്ധം അങ്ങനത്തെ ഒരു ബന്ധമാണ്. എന്നിട്ട് പോലും നാദിർഷ പറഞ്ഞൊരു വെറും വാക്ക് പോലും അവരത് വലുതാക്കി എടുത്തു. കാരണം ഇവരോടൊക്കെ ഒരു സംഭവം ചോദിക്കുമ്പോൾ ആ സംഭവത്തെക്കുറിച്ച് നമ്മളോടാണെങ്കിൽ പോലീസുകാർ വന്ന് മൊഴി രേഖപ്പെടുത്തുന്ന രീതിയിലല്ല. ഒരു നാട്ടിൽ നടന്നൊരു പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേക്കെ ഉണ്ടെന്ന് പറയും. അതെടുത്തിട്ട് ഇവരത് മൊഴിയാക്കി മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവർ കോടതിയിൽ എത്തുമ്പോഴത്തേക്ക് എന്താ അവർ ചെയ്യേണ്ടത്? കാരണം അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എതിരാക്കി പോലീസുകാർ എഴുതി വെച്ചൊരു സംഭവം നിങ്ങളിത് കോടതി പറഞ്ഞോണെന്ന് പറയുമ്പോഴത്തേക്ക് നടക്കുന്ന കാര്യമാണ്? നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് മൊഴി പറയാനായിട്ട് താല്പര്യമില്ല എന്നുള്ള രീതി മാറ്റി, അതിന് മൊഴി മാറ്റി എന്നുള്ള രീതിയിൽ അവരെയും കുറ്റപ്പെടുത്തലുകളായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ജുവിന്റെ ഒരു ഫ്ലാറ്റ്, മുംബൈയിലെ ഫ്ലാറ്റിന്റെ കാര്യം തുടക്കം തൊട്ടേ ഈ സംഭവത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊന്നും അന്വേഷിച്ചിട്ടില്ല. അതുമൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമില്ല. അപ്പോൾ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അന്വേഷിക്കാനേ നോക്കത്തുള്ളൂ. നമ്മളാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നടന്നൊരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകാൻ നോക്കും. അപ്പൊ ഇത്രയും വലിയൊരു കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ കണ്ണി കോർക്കുന്ന ഓരോരോ ഇഷ്യൂസ് കിട്ടുമ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നും പറഞ്ഞ് തപ്പാൻ പോലും അവർക്ക് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ ആവണം പ്രതി, ഇവനെ ആക്കിയേ പറ്റത്തുള്ളൂ എന്നൊരു നിലപാട് തന്നെയല്ലേ. ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിൽ അത് നമുക്ക് എന്താ പറയാ പെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യുക എന്നുള്ള കാര്യം അറിയാം. റിപ്പോർട്ടറിനെതിരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി വന്നൊരു ഇൻസിഡന്റിൽ പോലും കഥകൾ മാറി മറിഞ്ഞത് റിപ്പോർട്ടറിലൂടെയാണ്. കാരണം റിപ്പോർട്ടറിൽ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ടർ അതിന്റെ കൂട്ടത്തിലേ നിൽക്കത്തുള്ളൂ, നല്ല ഉറപ്പുണ്ട്. ഏറ്റവും കൂടുതൽ കാശ് വാരി എറിയുന്നത് കൊണ്ടാണ് ഫുൾ ടൈം അത് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെ FBയിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ പോലെ ഇൻസ്റ്റയിൽ പോലും നമ്മൾ എടുത്ത് ഇതിന്റെ പേജ് ഫോളോ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ മാത്രമേ ഇവരുടെ ഭാഗത്ത് വരാനുള്ളൂ. കാരണം ഇവർ അതിന്റെ പുറകെ പോവുക. കാരണം ഇവര് പറഞ്ഞ കാര്യങ്ങൾ നാളെ ആരും തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് എന്താ കള്ളമാണെന്നുണ്ടെങ്കിലും ഇന്നത് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി അവർക്ക് നല്ല രീതിയിൽ ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ പൾസസുനിയെ പോലെ ഒരാൾക്ക് അവൻ അധികം സാമ്പത്തിക സ്ഥിതി ഒന്നുള്ള ആളല്ല. ഇത്രയും വില കൂടിയ വക്കീലിനെ വെച്ച് കേസ് നടത്താനായിട്ട് അവൻ എവിടുന്നാണ് ഫണ്ട് വരുന്നതെന്ന് പോലും അന്വേഷിക്കുന്നില്ല. അതൊക്കെ അന്വേഷിച്ചാൽ തന്നെ യഥാർത്ഥ ആളെ കിട്ടും. ആർക്കും യഥാർത്ഥ പ്രതിയെ വേണമെന്നല്ല ഇതിന്റെ അകത്തുള്ള സംഭവം. ഇതിലെല്ലാവർക്കും ഉള്ള ദിലീപുമായിട്ട് കണക്ട് ചെയ്യുക, ദിലീപിനെ പ്രതിയാക്കുക. ദിലീപ്, അതാണ് എല്ലാവരുടെ ലക്ഷ്യം. അല്ലാണ്ട് സത്യം അറിയണം അല്ലെങ്കിൽ സത്യം വേണം, ചെയ്തവൻ അല്ലെങ്കിൽ ഇതിനൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടണം എന്നൊന്നും അല്ല. അതുപോലെ ഈ ശ്രീലക്ഷ്മിയൊക്കെ ശ്രീലക്ഷ്മി അല്ലല്ലോ, ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ കിടന്ന് വെറുതെ ഷോ കാണിക്കുകയാണ്. കാരണം അവർക്കൊക്കെ ഇരയ്ക്ക് നീതി വേണം എന്നാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം വന്നിരിക്കുന്ന സ്ത്രീകൾ ഇരയാക്കപ്പെട്ടവരുടെ എല്ലാം കൂടെയാണ് അവരുടെ സംഘടന നിൽക്കേണ്ടത്. അല്ലാതെ ഓരോ ക്ലാസ് വെച്ച് നോക്കിയിട്ടല്ല. ഈ വേടന്റെ കേസിലാണെന്നുണ്ടെങ്കിലും 2 സാധാരണ സ്ത്രീകളാണ്, 2 അതിലധികമോ എന്തോ ആണ് വന്നിരിക്കുന്നത്. കോടതിയായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് തെളിഞ്ഞ കാര്യമാണ്. അതിലുള്ളതും സ്ത്രീകളാണ്. അവർക്കാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. കാരണം അവർക്ക് സാമ്പത്തികമില്ല, ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഹോൾഡ് ഇല്ല. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയല്ലേ വേണ്ടത്. അതിലവർക്ക് വേണ്ട. അവർക്കപ്പോൾ അവിടെ വേദനയാണ് വേണ്ടത്. അതുപോലെ തന്നെ ദിലീപിന്റെ കേസ് വന്നപ്പോഴത്തേക്കും അതിജീവിതയോട്, കാരണം അതിജീവിത പ്രശസ്തിയുള്ളവളാണ്, പണമുള്ളവരാണ്. ഈ പറയുന്ന അപ്പുറത്തുള്ള ശത്രുവാണ് ദിലീപ്. അവനെ ഒതുക്കാനൊരു മാറ്ററുമായി. അതുപോലെ ഈ ബസ്സിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ സ്ത്രീ, അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വേടന്റെ നല്ല വരികളാണ്, വേടനെ എന്നും ഇഷ്ടം എന്നും പറഞ്ഞ് വേടൻ അവാർഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്ത് അവരാ. അപ്പൊ അവർക്ക് എന്താ, വേടന്റെ പാട്ട് അന്നേരം കേൾക്കുന്നതിന് പ്രശ്നമില്ല, വേടൻ അവാർഡ് കൊടുക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല. ആ ടൈമിലൊന്നും അവർക്കൊരു പ്രോബ്ലം ഇല്ല. അതെന്താ, അവൻ വഷളനല്ലേ? അവരത് പറഞ്ഞിരിക്കുന്ന നോക്കുകയാണെങ്കിൽ വഷളന്റെ സിനിമയെന്ന് പറയുന്നത് വഷളനല്ലേ? അപ്പൊ ആ വഷളനെ ചേർത്ത് പിടിക്കാം, ഇവനെ വേണ്ട. കാരണം ഇവനോട് താല്പര്യം അല്ലെങ്കിൽ ഇവന്റെ ഒരു പ്രശ്നം ഇവനെ കിടന്ന് ഇങ്ങനെ ഇതാക്കി പറയുമ്പോഴത്തേക്ക് ഇത് വൈറലാകുക. അത് തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇതൊന്നും അറിയാത്ത പ്രബുദ്ധ മലയാളികൾ നമ്മൾ പോലും അറിയാതെ ഇവരെ അങ്ങ് വളർത്തി വിട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം കയറി അങ്ങ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. സത്യം അറിയണോ, ആർക്കും സത്യം അറിയണമെന്നോ സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്നോ ഒന്നുമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒരു പെണ്ണിന്റെ പേരും കൂട്ടി ഒരുത്തനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പ്രതിയാക്കുക എന്നുള്ളൊരു സെറ്റപ്പ് പോലെ തന്നെയാണ് ഇപ്പൊ ഇതിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഹേറ്റേഴ്സ് ക്യാമ്പയിൻ ആണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഈ ദിലീപിനെതിരെയുള്ള തെളിവുകളില്ലെങ്കിലും മാധ്യമ വിചാരണകളിലൂടെയാണ് ദിലീപ് പ്രതിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ. അത് മനസ്സിലാക്കുന്നില്ല. കാരണം ദിലീപിന്റെ ആ ജനപ്രിയ നടന്ന സ്ഥാനവും ദിലീപിന്റെ പടങ്ങൾ ആരും കാണാതെ ദിലീപിനെ എന്താ പറയാ സീറോ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തമായ രീതിയിലുള്ള സംശയങ്ങൾ ഞാൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ
ഈ വീഡിയോ കാണുന്നവർ പഴയ വീഡിയോസ് അല്ലെങ്കിൽ പഴയ ന്യൂസും കാര്യങ്ങളൊക്കെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എങ്ങും തൊടാതെ ദിലീപിന്റെ ആദ്യ ഭാര്യ വന്ന് പറഞ്ഞ ഒരു ഡയലോഗിന്റെ പുറത്താണ് ഇത്രയും വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർക്കെല്ലാം പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. അതുപോലെ തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയായ ലാലിനും കുടുംബത്തിനും എതിരെ വരാത്ത ഒരു അന്വേഷണം, അത് തന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചെറിയൊരു കേസാണെന്നുണ്ടെങ്കിലും ശരി, വരേണ്ട ഒരു അന്വേഷണമാണ്. കാരണം ആദ്യമായിട്ട് അവർക്കെതിരെയാണ് അന്വേഷണം വരേണ്ടത്. അതിവിടെ വന്നിട്ടില്ല. അപ്പം ഇതിൽ മെയിൻ ഇതായിട്ട് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലിനും ലാലിന്റെ മകനും ഒപ്പം മഞ്ജു വാര്യർക്കും ഒക്കെ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തു വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണോ പ്രതിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഒന്നും ചെയ്യാത്ത മനുഷ്യന്റെ ആണോ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കുക. അതും കൂടെ ആലോചിച്ചിട്ട് എല്ലാവരും ഈ ഹേറ്റേഴ്സ് ക്യാമ്പയിൻ്റെ അകത്ത് പങ്കാളിയാകാനാണ് നോക്കുന്നത്. ഇപ്പം അവരുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോയപ്പോഴത്തേക്കും ഈ ജുഡീഷ്യറിയെ തന്നെ സംശയത്തിന്റെ നിഴലിൽ ആരോപണമാക്കി കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും എന്താ പറയാ ജനത്തിന്റെ ഇടയിലോട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക, എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മാധ്യമങ്ങളാണ് ഇപ്പോഴും വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെ വിചാരണയിലല്ല നമ്മുടെ കേസുകൾ തെളിയിക്കപ്പെടുന്നതും ഓരോന്നും മുന്നോട്ട് പോകും. നമുക്കൊരു ജുഡീഷ്യറി ഉണ്ട്, അതിന്റെ സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുക. ഈ പറയുന്നത് ഹൈക്കോടതി ആണെങ്കിലും സുപ്രീം കോടതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും പോകാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഈ അന്നത്തെ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അന്നത്തെ അന്നത്തിന് സ്വന്തം തന്തയെ വരെ മാറ്റി പറയുന്ന ആൾക്കാരാണ് ഈ മാധ്യമങ്ങൾ. അപ്പോൾ അത് കാരണം അവരെ ഒരിക്കലും നമ്പിയിട്ടല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. ജുഡീഷ്യറിയെ നോക്കുക, 1700 പേജും കണ്ടുള്ള വിധിയും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തെല്ലാം വ്യക്തമായി ഇത് ചെയ്തിട്ടുണ്ട്. ഇത്രയും സെൻസേഷനായ കേസിൽ ഒരിക്കലും ഒരു ജഡ്ജിയും അത്രയും റിസ്ക് എടുത്ത് പ്രതിയെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കത്തില്ല. ഇത് ചെറിയ നാട്ടിൽ ആരും അറിയാതെ പോയ ചെറിയൊരു ക്രൈം അല്ല. ഇത്രയും വലിയ ലോകം മൊത്തം അറിയുന്ന ഒരു സംഭവം, ഇത്രയും മലയാളികളുടെ ഉള്ളിലുള്ള ഒരു സംഭവം, അതൊന്നും ഈസി ആയിട്ടൊന്നും ഒരു ജഡ്ജിയും കൂട്ടുപിടിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് യുക്തിപരമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 21ാം നൂറ്റാണ്ടിൽ കത്തെഴുതി പൊട്ടനാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെ കളിയാണെന്ന് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും പഴയ കാര്യങ്ങൾ ഒന്ന് നോക്കുക. യൂട്യൂബിലാണെങ്കിലും പഴയ വീഡിയോസ് എല്ലാം ഉണ്ട്, നോക്കുക. ഈ തുടക്കം തൊട്ടുള്ള ഇവന്മാരുടെയൊക്കെ ഇന്റർവ്യൂ തന്നെ നോക്കുക. ഈ ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് സംശയം തോന്നിയ ആൾക്കാരുടെ ഇന്റർവ്യൂ നോക്കുക. അതിലൊക്കെ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ ഈ മാർട്ടിൻ വന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരോപിക്കുന്ന പല കാര്യങ്ങളും ഇല്ലെന്ന് തന്നെ തോന്നും. അതാണ് മെയിനായിട്ടും കാണേണ്ടത്. അത് ഇനിയിപ്പം അതൊരു ഇതാണെന്ന് തോന്നരുത്. അത് കള്ളത്തരമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കള്ളത്തരം ചിന്തിക്കേണ്ടത് പൾസർ സുനി എടുത്ത് ഹിഡൻ ക്യാമറയും വെച്ച് റിപ്പോർട്ടർ നടത്തിയ ഒരു അഭിനയമുണ്ട്. അത്രയും ആളുടെ അടുത്ത് പോയിരുന്ന് അങ്ങ് പറയുമ്പോഴത്തേക്കും ഒരു മോഷണ കേസിലെ പ്രതിയാണെന്നുണ്ടെങ്കിലും അവൻ അത്ര വേണ്ടപ്പെട്ടവൻ പോയിരുന്നുണ്ടാ നീ അത് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ മോട്ടിച്ചെന്ന് ചോദിച്ചാൽ പോലെ ഞാനല്ല എന്നേ പറയത്തുള്ളൂ. അത്രയും ഇതായുള്ള നാട്ടിൽ ഇത്രയും കൊടും ക്രിമിനലായ ഒരുത്തൻ, ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ വന്നിരുന്ന് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ എന്താ പറയാ തൊണ്ട തൊടാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ മനസ്സിലാക്കി ചോറുണ്ടെന്ന് ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? അവൻ ഇടയ്ക്കിടയ്ക്ക് ആ ക്യാമറയിലോട്ട് നോക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത്രയും ക്രിമിനൽ വന്നിരുന്ന് ഈ ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്ത്, ഒന്നും അറിയുന്നവനായിക്കോട്ടെ, സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയി ഇത്രയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രഹസ്യം പുറത്തു പോയിരുന്നും പറഞ്ഞ് അവൻ പറയാതെ നെഞ്ചിലിട്ടുകൊണ്ട് നടക്കും. അന്നേരമാണ് അവൻ വന്നിരുന്ന് ഇങ്ങനെ കൂവി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ചുമ്മാ ഉള്ള കാര്യമാണ്. ഇനി അടുത്ത അവരെന്താ പറയുക ആരോപണം കൊണ്ടുവരും. കാരണം ഇപ്പൊ അവരുടെ പല പല ഘട്ടത്തിലായിട്ടുള്ള ഓരോരോ ആരോപണങ്ങളും ഓരോരോ എന്താ പറയുക ഓരോന്ന് സൃഷ്ടിക്കലും ഒക്കെ കഴിഞ്ഞ് അടുത്ത് ഇനിയിപ്പം എന്താ പറയാ ഇവരാണ് ഹൈക്കോടതിയാണെന്നുണ്ടെങ്കിലും വിധി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഹൈക്കോടതി എടുത്ത് അവരടുത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് പ്രതിയാകണം ദിലീപ് എന്നുള്ളിടത്തോളം കാലം ഇവർ പുതിയ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നമ്മളാണ് കുറേയൊക്കെ ഇത്രയും സാഹചര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള എന്താ പറയുക കാര്യങ്ങൾ നോക്കി വസ്തുത എന്താണെന്ന് നോക്കി നമ്മൾ ആർക്ക് വേണം സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. കോടതി വിധി നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയിരിക്കണം, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വരത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഇരുന്ന ആൾക്കാർക്ക് ഇത് വന്നപ്പോഴത്തേക്കും അവർക്കത് ഷോക്കായിപ്പോയി. അതിനാണ് ഈ കിടന്ന് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം. അവരുടെ ഈ അതിജീവിയുടെ അഡ്വക്കേറ്റ് തന്നെ എൻ്റെ ഈ തെളിവുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെ വന്നിരുന്ന് കൂവാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന തെളിവ് ഈ കേസ് നടന്ന സമയത്ത് അവർ കോടതിയിലായിരുന്നു ഹാജരാക്കേണ്ടത്. അതുപോലും അറിയാതെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇറങ്ങി വിളിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്. അപ്പം ഹേറ്റേഴ്സ് ക്യാമ്പയിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ജുഡീഷ്യറിയിൽ മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഊമക്കത്ത് അയച്ചിരിക്കുന്നത് ഇങ്ങനൊരു സംഭവം വന്നെന്നും പറഞ്ഞു. അതെന്താ അവന് പേരും പറഞ്ഞ് ചെയ്യാൻ മേലെ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഓഫീസേഴ്സിന്റെ മുമ്പിൽ അവന് ഹാജരാകാൻ മേലെ, അതൊന്നുമില്ല, അത് ഊമക്കത്ത് അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? എല്ലാം ജുഡീഷ്യറി ആണെന്നുണ്ടെങ്കിലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രം കളിക്കുന്ന കളിയാണ്. അപ്പം എല്ലാവരും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ എന്താ പറയുക നിങ്ങൾ
ഒന്ന് അനലൈസ് ചെയ്യുക. അല്ലാതെ ഈ പറയുന്ന ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുടെ കയ്യിലെ ചട്ടുകം നമ്മൾ ആവാതിരിക്കുക. കാരണം നമ്മുടെ മുമ്പിൽ യൂട്യൂബിലാണെങ്കിലും മീഡിയാസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതിന്റെ എല്ലാം കിടപ്പുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ അവര് ഛർദ്ദിച്ചു വെക്കുന്നത് നമ്മൾ അതേപോലെ വിഴുങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക.